ഞങ്ങൾ ഏതായാലും താജ് ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറാണ്. ഞങ്ങളിവിടെ ക്യൂവിലാണുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ താമസിച്ച റൂമാണ് മുംബൈയിലെ നവി മുംബൈയിലെ വഷി എന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. നമ്മളെ റൂമാണിത്. ബാത്റൂം, പിന്നെ ഒരു അൾമറ ഉണ്ട്, വലിയൊരു അൾമറ, പിന്നെ ചെറിയ ടീപ്പോയി. ഇതാണ് ബെഡ്. റൂം മോശമാണ്, പോരാ. ഒരു AC വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ എക്സോസ്റ്റർ, ചൂടെടുത്ത് വിങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ നിന്ന റൂമാണിത്. ബാക്കിൽ കാണുന്നത് നമ്മൾ നിന്ന ഏരിയ ഏകദേശം ഇതാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഇബിസിൻ്റെ ഹോട്ടലാണ്. നേരെ അപ്പുറത്ത് കാണുന്നതാണ് മാരിയറ്റ്. അപ്പോൾ നമ്മൾ ലഡാക്ക് യാത്രയുടെ 4ാമത്തെ ദിവസമാണ്. ഏതായാലും ഇന്ന് നമ്മൾ രാവിലെ ദിവസം നേരെ വയ്ക്കുന്ന നല്ല ക്ഷീണമുണ്ടായി, ഉറക്ക ക്ഷീണമുണ്ടായി. ഗോവയിൽ നിന്ന് 450-500ഓളം കിലോമീറ്ററാണ് ഇന്നലെ ഓടി വന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ താജ് ഹോട്ടൽ, പിന്നെ ഹാജി അലി ദർഗ, ഈ 3 സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നത്. 3 സ്ഥലങ്ങളും പോയി നോക്കട്ടെ എന്താണ്. നല്ല തിരക്കാണ് മുംബൈയിൽ ആ സ്ഥലത്ത്. നമ്മൾ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര വിഷയമാണ്. അപ്പോൾ പാർക്കിംഗ് കിട്ടാനൊക്കെ പ്രയാസമാണ്. ഏതായാലും നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത്, സംസു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ലഗേജൊക്കെ പാക്ക് ചെയ്ത്. ഇന്നലെ ഫുള്ള് മുംബൈയിൽ എന്താ വിഷയിച്ചാൽ നമ്മൾ ഇതുവരെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ലഗേജൊന്നും ഇറക്കിയില്ലേനു മേലുള്ള. അപ്പോൾ ഇന്നലെ ഹോട്ടലുകാരൻ പറഞ്ഞ് ലഗേജൊന്നും മേലെ വെക്കാൻ പറ്റില്ല. ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആൾക്കാരെ നല്ലോണം എടുത്ത് ആരെങ്കിലും കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഫുള്ള് ലഗേജ് ഇറക്കി താരച്ച് പിന്നെ ലോഡ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ റെഡിയല്ലേ, പോവല്ലേ? നമുക്ക് ആദ്യം ചായ പിടിക്കണ്ടേ? ആദ്യം ചായ പിടിക്കുക. പാലം വഴി മുംബൈ, ഗേറ്റ് ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ, കാര്യങ്ങൾ. ഞങ്ങള് ഇന്നലെ ഒരു ദിവസം ഇനി സംസൂര് ബേക്ക് സീറ്റ് കൊടുത്തേ. ബേക്ക് സീറ്റിന്റെ കോല നോക്കിയാ ഒരാൾക്ക് ഇവിടെ കയറായി, ഒരു ഉറുമ്പിന്. സംസൂന് ഇനി ബേക്ക് കടുപ്പിക്കാനല്ല, സംസൂന് മുമ്പിൽ. സംസു നീ മുമ്പിലിരുന്നോ? വണ്ടി അവിടെ നിർത്തിയിരിക്കണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ആ റോഡാണ് കൊച്ചിൻ സ്ട്രീറ്റ് എന്നാണ് ആ സ്ട്രീറ്റിൻ്റെ പേര്. ഏകദേശം മുംബൈയിലെത്താൻ പോവാണ്. മുംബൈയിലെ ഏറ്റവും ഫേമസ് ആയ മഞ്ഞയും കറുപ്പും ടാക്സി ഇതാ കാണുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നാഷണൽ ഹോട്ടൽ എന്നാണ്. നാഷണൽ അല്ലേ? നാഷണൽ വെജ് ആൻഡ് നോൺ വെജ്. സംസ് ഓപ്ഷാനും കയറി പോയി. അതായത് പോയി നോക്കട്ടെ ഫുഡുള്ളത്. അവിടെ ഇരുന്ന് ഓർഡർ ചെയ്തോ? കയറി വിടാനായിട്ട് അടിപൊളി ഹോട്ടൽ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹോട്ടൽ. എല്ലാവരും ടേബിളിലൊരു സാധനമുണ്ട്, ഒരു ബെന്ന് പോലെ ഒരു സാധനം. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് പാവും. ഫ്രീ ആണോ എന്ന് അറിയില്ല. പാവന്നല്ല. അതെല്ലാം ഞങ്ങൾ മെനു ഒക്കെ നോക്കട്ടെ. എല്ലാവരും ടേബിളിലുണ്ട് ഒരു ബെന്ന്. എല്ലാവരും കഴിക്കുന്നത് ബെന്നും ബ്രെഡും പിന്നെ എന്തൊരു മസാലയാണ് എല്ലാവരും കഴിക്കുന്നത്. നമ്മളെന്താ നോക്കട്ടെ. അപ്പോൾ കർണാടക കഴിഞ്ഞാൽ ഉള്ളിയും നാരങ്ങയും. ഇപ്പോൾ നാരങ്ങ മാത്രമായി, ഇനി പ്ലേറ്റ് മാത്രം ആവില്ലേക്ക് നമ്മൾ പോകും. നമ്മളൊരു മട്ടൻ കീം പറഞ്ഞിട്ടുണ്ട്, വടാപ്പാവും പറഞ്ഞിട്ടുണ്ട്. വടാപ്പാവ് അല്ല, പാവ്. ബെന്നും കീമയാണ് ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. ഓംലെറ്റ് അയാൾ കൊണ്ട് വേണ്ടിയില്ല, അയാളൊരു ബിഹേവിയർ ശരിയില്ല. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായില്ല, ഓരോ നമുക്ക് മനസ്സിലായില്ല. എന്ത് സാധനം കൊണ്ടുവരും നമ്മളെന്തോ പറയുമ്പോൾ തിരിച്ചുണ്ട്. ഇത് അവസാനം പിടിച്ചു വെച്ചാൽ ഞങ്ങൾ നല്ല ചായയും പാവും കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടു മുംബൈ താജ് ഹോട്ടലിലേക്ക്. ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക്.
മാക്സിമം അങ്ങോട്ട് പോയിക്കോട്ടെ, ഏതായാലും പോവല്ലേ. നമ്മള് താജ് ഹോട്ടലിലെ ഗേറ്റ് ഓഫ് ഇന്ത്യന്റെ അടുത്ത് എത്തിക്കുന്ന ഏകദേശം 190 മീറ്റർ ഉള്ളൂ. അവിടെ ഇവിടെ വെച്ചാലോ? അപ്പൊ നമ്മൾ ഏകദേശം ഇതിന്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ആരോട്? അതായത് നമ്മൾ അതിൻ്റെ അടുത്തെത്തി. കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് ഉണ്ട്, മണിക്കൂർ 100 പറഞ്ഞിട്ട്. അതായത് ഞങ്ങൾ ജസ്റ്റ് ഒന്നാൾ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അങ്ങനെ പോയിട്ട് പോലീസുകാരെ പറയുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. ഇവിടെ വെച്ചാൽ ഇവിടെ ചുപാരമല്ല ആട്ടും. അയ്യോ നല്ല സ്പേസ് അടിപൊളി. അവിടെ ഇവിടെ വെച്ചാൽ താജ് ഹോട്ടൽ എവിടെ? നമ്മൾ താജ് ഹോട്ടലിൻ്റെ ബേക്ക് കത്തണേ അതിലെങ്ങനെ മുമ്പ് ഈ കാണുന്നതാണ് താജ് ഹോട്ടൽ എന്നാണ് തോന്നുന്നത്. ബാക്ക് സൈഡ് ആ തോന്നുന്നുണ്ട്. ഇതുവരെ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ എത്തിയില്ല. ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ പോയി നോക്കുകയാണ്. ഞങ്ങൾ താജ് ഹോട്ടലിൻ്റെ അടുത്ത് ബാക്കിൽ അഫ്ഷാൻ നിർത്തി ഞങ്ങൾ ഇറക്കി. ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഏതായാലും ഞങ്ങൾ ഇറങ്ങി. മുംബൈ ഭീകരാക്രമണം നടന്നില്ലേ ആ ഹോട്ടൽ തന്നെ, മുംബൈ താജ് ഹോട്ടൽ. ഏതായാലും അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഇവിടെ പാർക്കിംഗ് ഭയങ്കര ഇഷ്ടം. ആൾക്കാരങ്ങനെ വിളിക്കും പാർക്കിങ്ങിന്. പക്ഷേ ഇവിടെ നമ്മൾ ഏകദേശം ഇതുണ്ടല്ലോ അറബിക്കടൽ. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. പാർക്ക് ചെയ്യാൻ പറ്റുമോ അറിയില്ല, കുറച്ച് നേരം നിർത്തിയിടാൻ പറ്റാൽ മതി. ഇതാണ് മുംബൈ താജ് ഹോട്ടൽ. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വരും. എന്തായാലും സംഭവം ഇത് രസമാണ് കാണാൻ. പഴയ ബിൽഡിംഗ് ആണ്. അല്ലേ അവിടെ എഴുതി വെച്ചാണ് എന്താണ് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ബ്രിട്ടൻ 1924 ജോർജ് വിറ്ററ്റ് ഡ്രോയിങ് ഗേറ്റ് ഓഫ് ഇന്ത്യ. കിങ് ജോർജ് 5ാമൻ്റെ പോലെ രാജ്ഞി മേരിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 1911 അവർ വന്നതിൻ്റെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ജോർജ് വിറ്ററ്റാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് വരച്ച ആള്. ലേഡുവേദി ഞങ്ങൾ ഏകദേശം ഗേറ്റ് ഓഫ് ഇന്ത്യ താജ് ഹോട്ടലൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറാണ്. പാർക്ക് ചെയ്ത് പോയി അവിടെ വണ്ടി അടുത്ത് തന്നെ ഉണ്ടോന്നല്ലേ. ഇത് താജ് ഹോട്ടൽ, ബേക്കിലുള്ളത് ഗേറ്റ് ഓഫ് ഇന്ത്യ. വണ്ടി താജ് ഹോട്ടലിന് മുമ്പ് കൂടെ എങ്ങനെ പോവാണ്. ഞങ്ങൾ ഏതായാലും താജ് ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറാണ്. ഞങ്ങളിവിടെ ക്യൂവിലാണുള്ളത്. നമ്മളത് ചോദിച്ചോട്ടോ, നമ്മൾ റൂം എടുത്തില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെ അതിനുള്ളിൽ കയറ്റാത്തൊന്നുമില്ല. ഒരു ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ. ഹാജി അലിയിലെ ജ്യൂസിൻ്റെ മെനു കേട്ടോ. മാംഗോ 250, ആപ്പിൾ 170, പിന്നെ അതായത് സാധനം ഇവിടെ പോയി ടൊമാറ്റോ 130, തക്കാളി ജ്യൂസ്. പിന്നെ നമ്മളെ അവിടുത്തെ മെയിൻ സാധനം അത് അനാറ് 300. മറ്റേ മെയിൻ ക്രീമിൻ്റെ മെനു കഴിക്കാൻ വേണ്ടി വന്നത്. കഴിക്കാൻ വേണ്ടി വന്നത് അത് മിക്സ്ഡ് ഫ്രൂട്ട്, ക്രീം ഐറ്റംസ് ആണ്.
പക്ഷെ മൾബറിൻ്റെ പേരില്ല അല്ലേ? മൾബറിയാണ് നമ്മൾ പറഞ്ഞത്. മൾബറി പറഞ്ഞു വന്ന് കഴിച്ചോട്ടെ. ഒന്നോ क्लब सैंडविच में 4 पीस है ना? क्लब सैंडविच 6 पीस हाँ क्लब सैंडविच मिलेगा. क्लब सैंडविच നമ്മൾ ഓർഡർ ചെയ്ത സാധനം അതാണ്. ഒരു സാൻഡ്വിച്ച്, ഒരു മൾബറി ക്രീം, ഇത് രണ്ടുമാണ് ഇവിടുത്തെ സാധനം. അതിൽ കഴിക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ക്രീമുകൾ. ഇതാണ് നമ്മൾ കഴിച്ച സാധനം. മൾബറി ക്രീം, പിന്നെ മാംഗോ ക്രീം ഉണ്ട്, കോക്കനട്ട് ക്രീം ഉണ്ട്, പിന്നെ കുറേ സാധനങ്ങൾ. ഇതാണ് ഇവിടുത്തെ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാം. ഇതാണ് നമ്മളെ സ്ഥലം, ഹാജി അലി ന്യൂസ് സെൻറ്റർ. ഇത് നേരെ ബാക്കിലാണ്. ഇത് നേരെ ബാക്കിൽ തന്നെയാണ് നമ്മളെ ദർഗ ഉള്ളത്. ഹാജി അലി ദർഗയ്ക്ക് പോകുന്ന വഴിക്കുള്ളൊരു പള്ളിയാണിത്. അത്യാവശ്യം വലിയൊരു പള്ളിയാണ്. ഈ പുറത്ത് കാണുന്ന ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഹാജി അലി ദർഗ. നമ്മളിത് പള്ളീൻ്റെ നേരെ ബാക്കിൽ നിന്നാണ് ഇപ്പോൾ ജ്യൂസ് കുടിച്ച് മക്കളെ കഥയിൽ കുളിക്കുന്നത്. ഇതാണ് ഹാജി അലി ദർഗ. പിന്നെ ഇതിൻ്റെ അടുത്തുള്ള കടലുള്ള മുംബൈ ആണ്. കടലൊക്കെ വളരെ മലിനമാണ്. എല്ലാവരും വേസ്റ്റൊക്കെ ഇതിൽ തന്നെ ഇടുന്നത്. പ്ലാസ്റ്റിക്കും എല്ലാ തരം വേസ്റ്റും അതിലൊക്കെ വേസ്റ്റാണ്. ദർഗൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഓ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കില്ലേ? നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഏകദേശം സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല ചൂട്. പക്ഷെ നമ്മളതിൽ ഇറങ്ങുകയാണ്. പുറത്തേക്ക് എത്തി. ഒരു അടിപൊളി ലൊക്കേഷനാണ്. പക്ഷെ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എങ്ങനെ കൊണ്ടെടുക്കേണ്ടതെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ കൊണ്ട് നടക്കാനായിട്ടാണോ അറിയില്ല. നമുക്ക് സങ്കടം തോന്നും ഈ ഇവിടുത്തെ പരിസരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ. നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നല്ല. ഭയങ്കര നമ്മൾ സങ്കടമാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഇങ്ങനെയാണോ നമ്മൾ കാണാൻ വരുമ്പോൾ ഈ ലൊക്കേഷന് വേണ്ടതെന്നുള്ള ആലോചിക്കുമ്പോൾ വളരെ മോശം പരിസരം കേട്ടോ. ബാക്കി ആൾക്കാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡ് കിട്ടാനും പാർക്കിങ് കിട്ടാനൊക്കെയാണ് ഇവിടെ പ്രയാസം. പാർക്കിങ് കിട്ടാനില്ല എന്ന് തന്നെ പറയാം അല്ലേ അഫ്ഷാനെ? പാർക്കിംഗ് ഇല്ല ഇവിടെ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ മുംബൈയിലെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ്, അതായത് താജ് ഹോട്ടൽ, ഗേറ്റ് ഓഫ് ഇന്ത്യ, ഹാജി അലി ദർഗ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ നാസിക്കിലേക്ക് പോവാണ്. ഇപ്പം പോകുന്നത് നാഷണൽ ഹൈവേ 160 അതായത് നാസിക്കിനെയും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിറ്റി എന്നറിയപ്പെടുന്ന മുംബൈയും കൂടെ ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ്. നാഷണൽ എക്സ്പ്രസ് ഹൈവേ ആണ് 160. ഏകദേശം 150ഓളം കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. നാസിക്കിനെയും മുംബൈനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എക്സ്പ്രസ് ഹൈവേ ആണിത്. ഏകദേശം 3-3.5 മണിക്കൂർ കൊണ്ട് നാസിക്കിലെത്താനാണ് ചാൻസ്, ബ്ലോക്കും റോഡിൽ പണിയൊന്നുമില്ലെങ്കിൽ. നമ്മൾ നേരെ പോവാണ്, നേരെ വിടുകയാണ് കേട്ടോ നാസിക്. അപ്പോൾ നാസിക്കിൽ വലിയ വിശേഷങ്ങളുണ്ടോയെന്ന് അറിയില്ല. എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും. ഞങ്ങൾ നാസിക്കിൽ പോണ ബൈക്ക് ഇവിടെ ഷെല്ല് പെട്രോൾ പമ്പിൽ നിർത്തിയാണ്. അടിപൊളി ഏരിയ മുംബൈയിലെ. നിങ്ങൾക്ക് ഈ നമ്മളെ യാത്രൻ്റെ ഇടയിലേ ഗ്ലാസ്മേൽ ഒരു കുത്ത് ഇങ്ങനെ പോകും. രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതിൻ്റെ ക്ലീനർ വാങ്ങണം. അപ്പോൾ അത് വാങ്ങിയില്ല. അത് നമുക്ക് ഏത് ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ് കിട്ടിയാലും അവിടെ ഉണ്ടാവും ഈ സാധനം. നമുക്ക് ഏത് ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ് കയറിയാലും ഇത് വാങ്ങാൻ കിട്ടും. ഇതാണ് സാധനം. കിട്ടിയ ഷാനെ പ്രൊഡക്റ്റ് കാണിക്കും. എന്താ സാധനം? എന്താ സാധനം? ഇത് വൈപ്പറിന്റെ വാട്ടറിൽ വയ്ക്കാം. നമ്മളെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ആ വൈപ്പർ ക്ലീൻ ചെയ്യാനുള്ള വെള്ളം നിറയ്ക്കില്ല, അതിൽ മിക്സ് ചെയ്ത് നിറച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതാണ് സാധനം പ്രൊഡക്റ്റ്. നേരെ അവിടെ മേലക്കൂടെ പോകുന്നതാണ് മുംബൈ നാസിക് എക്സ്പ്രസ് ഹൈവേ. നമ്മളതിൽ നിന്ന് ഇറങ്ങി ഇതാ ഇവിടേക്ക് വന്നതാണ് ഫുഡ് കഴിക്കാൻ. സായി ദുർഗ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് നമ്മൾ. അവിടെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഏതായാലും ദോശ എന്തെങ്കിലും കഴിച്ചു നോക്കാം. അത് ഇവിടെ ഉണ്ട്.
പിന്നെ ബുക്ക് മൊത്തം പഠിക്കാൻ മതി വെച്ചാണ് നമ്മളിതിൽ പറഞ്ഞേ. ഒരു സാധാ ദോശ പറഞ്ഞേ, ബട്ടർ സാധാ ദോശ പറഞ്ഞേ, മസാല ദോശ പറഞ്ഞേ. സംസുവിൻ്റെ ഫേവറേറ്റ് സാധനം മസാല ദോശ. ഇങ്ങനെ തിരിഞ്ഞു അർഷ പറഞ്ഞ സാധാ ദോശ, മസാല ദോശ. മസാല എന്താ മസാല കാണിച്ച് പൊതിച്ചാൽ ഉരുളക്കിഴങ്ങ് സ്പെഷ്യൽ സാധനം. പിന്നെ ചട്നി ഉണ്ട്, സാമ്പാറല്ലേ, ബീട്രൂട്ട് സാമ്പാർ. എന്താ സാധനം, എന്താ സാധനം, ബീട്രൂട്ടോ രസം. നമ്മളെ നാട്ടിലെ രസവും സാമ്പാറും മിക്സ് ചെയ്താൽ കണ്ടോ, അത് ടേസ്റ്റ്. ദോശ ഉണ്ട്, എൻ്റെ മാത്രം വന്നില്ല. എന്തെങ്കിലും ബട്ടർ ഉണ്ടാക്കാൻ ചെയ്യാം. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഫുഡ് കഴിച്ച് വരുന്നതാണ്. അടിപൊളി സർവീസ് ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഫുഡ് രസമുണ്ട്. ഇത് ഒരു ഒത്തിരി അടിപൊളി സർവീസ്. അപ്പോൾ ഓക്കെ ബൈ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നിങ്ങൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലും എത്തുകയാണല്ലോ ഇതാ. അടിപൊളി ഫുഡ് രസമുണ്ട്. പിന്നെ അടിപൊളി ഫുഡ്. പക്ഷെ സർവീസാണ് അല്ലേ, സർവീസ് ഉണ്ട് അല്ലേ. നമ്മൾ വന്നതിൽ ഫുഡ് രസമല്ലേ, അടിപൊളി. നല്ല അടിപൊളി സർവീസ് പറഞ്ഞാൽ അടിപൊളി സർവീസ്. അപ്പോൾ വരുമ്പോൾ ഇവിടെ ഓക്കെ. ഏകദേശം സൂര്യൻ അസ്തമിക്കാനായി. അടിപൊളി സ്ഥലം. ഇതൊരു നല്ല വൃത്തിയുള്ള ഏരിയ. ഞങ്ങളിതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോയി. ഒരു മുംബൈ സിറ്റിയിലൊക്കെ ഒരു വൃത്തിയുള്ള ശാന്തമായൊരു ഏരിയ. ഇവിടുത്തെ ആ എക്സ്പ്രസ് ഹൈവേ, നമ്മൾ നാസിക്കിലേക്ക് പോണ എക്സ്പ്രസ് ഹൈവേൻ്റെ താഴെ ബ്രിഡ്ജും കാര്യമായ അടിപൊളി ഡിസൈൻ. എല്ലായിടത്തും നല്ല ചിത്രവും നല്ല വൃത്തിയും. അടിപൊളി, നല്ല വൃത്തിയുള്ളൊരു ഏരിയ, നല്ല സ്ഥലം. ഞങ്ങൾ മുംബൈയിൽ യാത്ര ചെയ്തല്ല കറങ്ങി നടന്നപ്പോൾ നമ്മൾ കണ്ട സംഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ കണ്ടതാണിത്. അപ്പാർട്ട്മെന്റ്സ്, കുറേ കണ്ടമാന അപ്പാർട്ട്മെന്റ്സ്. എന്തോരം ആൾക്കാരുണ്ടാവും അല്ലേ. വെറുതെ അല്ല, ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളിടത്താണല്ലോ പൈസ ഉണ്ടാവുക. വെറുതെ അല്ല. ഇന്ത്യൻ്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് മുംബൈ അറിയപ്പെടുന്നത് അല്ല. പക്ഷേ അതെന്തൊക്കെയല്ലോ മലാണോ സൈഡ് കാണാടാ, ഹരിയർ ഫോർട്ടാണോ? അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തൊരു 100 കിലോമീറ്ററോളം പോന്ന് ഇനി ഒരു 30-40 കിലോമീറ്ററും കൂടി കഴിഞ്ഞ് ഞങ്ങൾ നാസിക്കിൽ റൂമിലെത്തും. അവിടെ റൂമെടുത്താണ്. അപ്പോൾ അന്ന് റൂമിൽ കയറുന്നു, കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ എണീക്കുന്നു, പോകുന്നു അഹമ്മദാബാദ്. അവിടെ വന്ന റൂട്ട് പറഞ്ഞാൽ NH 160 മുംബൈ ടു നാസിക് എക്സ്പ്രസ് ഹൈവേ. അടിപൊളി റോഡ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്വാഭാവികം ചെറിയ പണിയല്ല. പണിയും കുറച്ച് ഡാമേജൊക്കെ അവിടെ ഇവിടെ. അപ്പോൾ നേരെ യാത്ര ഡ്രൈവ് ചെയ്യുന്നു, അങ്ങനെ പോകും. നൈറ്റ് ഞങ്ങൾ തിരെ വ്ളോഗ് എടുത്തില്ല, വീഡിയോസ്. കാഴ്ചകൾ കാണണമെങ്കിൽ പകൽ തന്നെ എടുക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അധികം രാത്രിയിൽ വീഡിയോസ്